കേരളത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലും ആര് തങ്ങളെ ഭരിക്കണമെന്നുള്ള കാര്യം ജനം ഏതാണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു. അനേകം സർവേകൾ ഇപ്പോൾ ഇതിനകം പ്രാദേശികമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ സർവേ ഏജൻസികൾ നടത്തിക്കഴിഞ്ഞു. പലരും പല വിധത്തിലുള്ള അഭിപ്രായ സർവേ റിസൾട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കുറേയൊക്കെ പാർഷ്യാലിറ്റി നിറഞ്ഞതാണ്, കുറേ അധികം എന്നുള്ളത്. ഒരു 90% ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടി സർവേ നടത്തിയവരാണെന്നുള്ളത് അതിൻ്റെ റിപ്പോർട്ടുകൾ കണ്ടാൽ അറിയാം. പ്രത്യേകിച്ചും അതിൻ്റെ പ്രവർത്തകർ തന്നെ പല സർവേകളും നടത്തി പുറത്തുവിടുന്നുണ്ട്. ചില സർവേകളൊക്കെ കണ്ട ഇപ്പോൾ UDF ഏതാണ്ട് 90 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു, LDFന് 90 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു, ചിലർ BJPക്ക് 10-20 സീറ്റ് കിട്ടുമെന്ന് സർവേ പറയുന്നുണ്ട്. കണ്ട് ജനം മന്ദമാണ്. അപ്പം നമുക്ക് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നടത്താൻ തീരുമാനിക്കുകയാണ്. കേരളത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആര് ജയിക്കാനാണ് സാധ്യത എന്ന് നമ്മുടെ വ്യൂവേഴ്സ് കമൻറ്റ് ബോക്സിൽ ഒരു കുറിപ്പിടുക. ആരാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അതല്ലെങ്കിൽ എന്താണ് സാധ്യത എന്നും പറയാം. എത്ര സീറ്റ് കിട്ടും? ആ ഒരു അഭിപ്രായ സർവേയുടെ ഒരു റിസൾട്ട് എന്താണെന്ന് മറ്റൊരു എപ്പിസോഡിൽ പറയുകയും ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നമുക്കൊരു തീരുമാനമെടുക്കുന്നതിന് എല്ലാവരും രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളമാണ്. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. അവനവനൊക്കെ ഓരോ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവരാണ്. തീർച്ചയായും നമ്മുടെ സ്പേസ് മലയാളത്തിൻ്റെ ശ്രോതാക്കളും കേൾവിക്കാരും തീർച്ചയായിട്ടും അവർക്കും തക്കതായ രാഷ്ട്രീയമുണ്ട്. ശരിപക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടും നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നമ്മുടെ പ്രേക്ഷകരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാധ്യത ആര് വരാണ് അല്ലെങ്കിൽ ആര് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതൊന്ന് ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒരു സെക്കൻഡ് വേണ്ടുള്ളൂ. LDF ആണെങ്കിൽ LDF, UDF ആണെങ്കിൽ UDF, കിട്ടാവുന്ന സീറ്റുകളുടെ ഒരു എണ്ണം. അപ്പോൾ അതൊരു അസസ്മെൻറ്റിന് നമ്മുടെ രാഷ്ട്രീയ ഒരു എന്താണ് പൾസ് എന്ന് മനസ്സിലാക്കാനായിട്ടും കഴിയും. 1-2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാം, ഇവിടെ സൂചനകൾ നൽകാം. ഒന്ന്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് നമ്മുടെ ഇവിടെ 5 അസംബ്ലി മണ്ഡലങ്ങൾ ബൈ ഇലക്ഷൻ നടന്നു. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ആലത്തൂർ, ഒടുവിലായി നിലമ്പൂർ. ഈ പറഞ്ഞ 5 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങൾ UDF നിലനിർത്തി. അതും വമ്പൻ ഭൂരിപക്ഷത്തിന്. അതിനു മുമ്പ് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ കൂടുതൽ. അതിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നമുക്ക് വേണമെങ്കിൽ എന്തുണ്ടായിരുന്നു എന്ന് പറയാം, സിമ്പതി വോട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം 2 മരണം സംഭവിച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ വന്നത്. പിന്നെ നടന്നത് പാലക്കാടാണ്. അത് ഒരു സിമ്പതി വോട്ടാണെന്ന് പറയില്ല, പൊളിറ്റിക്കൽ വോട്ട് തന്നെയായിരുന്നു. അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിന് വമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നു. BJP പറ്റിക്കുന്നു. വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ ഹാഫി പറമ്പിൽ ജയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുവിനേക്കാൾ ശിക്ഷൻ അതിഗംഭീരമായ വോട്ടിൽ ജയിക്കുന്നു. പിന്നീട് വന്നത് നിലമ്പൂരാണെന്ന് നമുക്കറിയാം. നിലമ്പൂരിലെ സ്ഥിതി നമുക്കറിയാം. ആലത്തൂർ മാത്രമാണ് LDFന് നിലനിർത്താനായത്. പക്ഷേ ഈ 5 മണ്ഡലത്തിലെ നിലമ്പൂർ LDFന് നഷ്ടപ്പെട്ടു എന്നും കൂടെ നമ്മൾ കാണണം. അപ്പം 5-ൽ 2 LDFും 3 UDF ആയിരുന്നു. 3 UDF നിലനിർത്തി. എന്നാൽ നിലമ്പൂർ UDF പിടിച്ചെടുത്തു. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, LDF സ്വതന്ത്രനാണ് അവിടെ ജയിച്ചിരുന്നത്. ആ LDFന് സ്വതന്ത്രന് കിട്ടിയതും ഇപ്പോൾ LDFന് കിട്ടിയും വോട്ട് ഒന്നിച്ചിരുന്നെങ്കിൽ അവിടെ UDF പരാജയപ്പെടുമായിരുന്നു എന്നും കാണണമെന്നുണ്ട്. ആ അൻവറിന് കിട്ടിയ വോട്ടും കൂടെ LDFന് കിട്ടേണ്ട വോട്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ അൻവറിന് വോട്ടിനേക്കാൾ എത്രയോ കൂടുതൽ വോട്ടുകളായിരിക്കും കിട്ടുക. അങ്ങനെ UDF പരാജയപ്പെടാനായിരുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് നമുക്കറിയാം. 20-ൽ 18 UDF ആണ്, 1 BJP ആണ്, 1 LDF ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എടുത്താൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കാനാണ് സാധ്യത? കഴിഞ്ഞ 2019 നടന്ന നമുക്ക് ഓർമ്മയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരി. പക്ഷേ തൊട്ടടുത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും LDF മിന്നും വിജയം എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഇവിടെ LDFൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കാം നമുക്ക്. LDFൻ്റെ എന്താണ് സാധ്യത? കാര്യം ചെയ്യുക. കാരണം ഭരണത്തിനുണ്ടായിരുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് LDFൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എന്നുള്ളത് തന്നെയാണ്. 10 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. പിന്നെ വിലവർദ്ധന, നാട്ടിലെ പല സാധനങ്ങൾക്കും നികുതിയും വിലയും, വെളിച്ചെണ്ണയൊക്കെ പോയി 500 രൂപയിലെത്തി. അതൊക്കെ ഇനിയിപ്പോൾ എത്ര സബ്സിഡി കൊടുത്താലും സർക്കാരിന് അതിനെ പിടിച്ചു നിർത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് സംഭവിക്കുന്നറിയില്ല. പിന്നെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള വൻതോതിലുള്ള തൊഴിലില്ലായ്മ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും എന്താ പറയേണ്ട കൊഴിഞ്ഞുപോക്ക്, പിന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള നിരവധി ആരോപണങ്ങളുടെ ഒരു പരമ്പര. ഇതൊക്കെയാണ് LDF നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. അവർക്കൊരു മെറിറ്റ് നമുക്കെടുക്കാം. 10 വർഷമായി LDF നടത്തുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനായിട്ട്. അതില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. മറ്റൊന്ന്, ആരോഗ്യം വിദ്യാഭ്യാസ മേഖലയിൽ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന സർക്കാരും അല്ലെങ്കിൽ കാലഘട്ടത്തിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു മുഖച്ഛായ മാറ്റമുണ്ടായി. എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ വൻ തോതിലുള്ള മാറ്റങ്ങളുണ്ടായി. ജനം കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു സർക്കാർ വിചാരിച്ചാൽ പലപ്പോഴും ഒരു സ്വകാര്യ രംഗത്തെ പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി വിമർശനപരമാണ് താനും. പിന്നെ ഒന്നുള്ളത്, അതുവരെ മുടങ്ങിക്കിടന്നിരുന്ന വലിയ വൻ പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയും. നാഷണൽ ഹൈവേ, അതുപോലെ ഗ്യാസ് പൈപ്പ് ലൈൻ, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി, പിന്നെ മറ്റേ ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഡെവലപ്മെൻറ്റ് ഉണ്ടായി. വ്യവസായ രംഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടായി. ഇതൊക്കെ ജനം എങ്ങനെയാണ് അവർ വോട്ടാക്കി മാറ്റുക, അല്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം അവരുടെ മനസ്സിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല. കാരണം വൈകാരികമായി ചിന്തിക്കുന്നവരാണ് വോട്ടർമാർ. ഇതൊക്കെയാണ് അവരുടെ മെറിറ്റ് എങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം മെറിറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ശക്തമായ ഭരണവിരുദ്ധ വികാരം അതുകൾക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ അത് മുതലെടുക്കാൻ പറ്റും. പിന്നെയുള്ളത്, ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ കട്ടയ്ക്കുള്ള സപ്പോർട്ട് UDFന്. കാരണം അവർക്കറിയാം 10 വർഷം കഴിഞ്ഞുപോയി, ഇനിയും ഒരു 5 വർഷം ഭരണമില്ലാത്തതിനെ പറ്റി അവർക്ക് ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ സപ്പോർട്ടായിരിക്കും UDFന് കിട്ടുക. അതും അവർക്കൊരു മെറിറ്റാണ്. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യുവജനവിഭാഗം അതിശക്തമായ പ്രചരണ രംഗത്ത് അന്ന് പറഞ്ഞാൽ അങ്ങനെ തിളക്കിയാണ്, ബ്ലഡ് തിളയ്ക്കുന്ന വിധത്തിലാണ് അവർ പണിയെടുക്കുന്നത്. അത് ഈ ബൈ ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ റിസൾട്ടും കിട്ടിയതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും വരും. കാരണം ചെറുപ്പത്തിൻ്റേതായ ചില പ്രശ്നങ്ങൾ ആ നേതാക്കന്മാരെ അലട്ടുന്നുണ്ട്. അത് പലപ്പോഴും ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇനി ഡീമെറിറ്റ്സ് എന്താണ് UDFൻ്റെ എന്ന് നോക്കുമ്പോൾ, ഒരു ശക്തമായ അടിത്തറയില്ല. കാരണം പാർട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. പ്രബലമായ പാർട്ടികളുടെ എണ്ണം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടെ പോയോടുകൂടെ അതിൽ ഈ ശക്തമായ കക്ഷികളെല്ലാം ആകെയുള്ളത് INL മാത്രമാണ്, മുസ്ലിം ലീഗ് മാത്രമാണ് കോൺഗ്രസ് കഴിഞ്ഞാൽ. അതാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിനേക്കാൾ ശക്തമായ പ്രാദേശികമായ ഒരു പ്രദേശത്തുള്ളതാണെങ്കിൽ പോലും അവരുടെ എണ്ണം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് സമാസമം നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ MLA-മാരുടെയൊക്കെ എണ്ണം വരുന്നത്. അവർ കൂടുതൽ സീറ്റുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. കുറേ കാലമായിട്ട് ഭരണമില്ലാതിരുന്നതിൻ്റെ ഒരു അലസത UDFനെ മൊത്തമായും കോൺഗ്രസിനെ പ്രത്യേകിച്ചും ബാധിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാണ് ഈ പണം കൈകാര്യം ചെയ്യുന്ന ഫണ്ട് പിരിവ് തുടങ്ങിയൊക്കെ നടത്തുമ്പോൾ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതും അവരെ നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പുറമേക്ക് ഈ ഗ്രൂപ്പൊന്നും പ്രകടമല്ലെങ്കിലും അടിത്തട്ടിൽ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിലെ പഴയ തലമുറയെ അവഗണിക്കുന്നു. ഇത്രയും കാലം പണിയെടുത്ത് ഈ പാർട്ടി ഒരു വിധത്തിൽ കൊണ്ടു നടന്ന് ഇവിടെ എത്തിച്ച സ്ഥിതിക്ക് ഇനി ഒരു ഭരണം കിട്ടാൻ ഒരു അവസരമുള്ളപ്പോൾ അത് ആരോ തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളൊരു തോന്നൽ പഴയ തലമുറയിലുണ്ട് എന്നുള്ളതും അവരുടെ ഒരു ഡീമെറിറ്റാണ്. പിന്നെ ഒന്നുള്ളത് BJP ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10-30 സീറ്റിൽ അവർക്ക് ലോകസഭയിൽ തെറ്റില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. ലോകസഭയിൽ ഏതാണ്ട് 11ഓളം മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് തന്നെ അവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 10ഓളം സീറ്റിൽ 2-ാം സ്ഥാനത്തുണ്ട്. വീണ്ടും ഒരു 10-11 സീറ്റിൽ 3-ാം സ്ഥാനത്ത് തൊട്ടടുത്തുണ്ട്. അതുകൊണ്ടൊരു 30 സീറ്റിലെങ്കിലും ചത്ത് പണിയെടുത്താൽ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഭരണം ആര് കൊണ്ടുപോകാനാണ് സാധ്യത? ഒരു സാധ്യതയും പ്രവചിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത്
എഴുതുക, കമൻ്റായിട്ട് എഴുതുക. അതിൽ നിന്ന് നമുക്കൊരു അനുമാനത്തിലെത്താം. ഇതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശ വരാൻ പോകുന്ന ഒരു 5 വർഷത്തേക്ക് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുകളുടെ ഡിസ്കഷനുമായിട്ട് വീണ്ടും എത്താം. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.